ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ എവിടെ? അമ്മ എവിടെ? വന്നിട്ടില്ല. വന്നിട്ടില്ലേ? വന്നില്ലേ? ഞാൻ വിളിച്ചോട്ടെ. നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവർ നല്ലൊരു കുടുംബിനിയായിരിക്കും. ഭർത്താവിനെയും കുട്ടികളെയും നല്ല ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നവൾ നല്ലൊരു വീട്ടമ്മയുമായിരിക്കും. അത്തരമൊരു വീട്ടമ്മയെ കണ്ടെത്തുന്ന ഈ മഹത്തായ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ മനസ്സുകൊണ്ട് ഞാൻ ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. KPT ഗ്രൂപ്പിനും പരിശുദ്ധം കറി മസാല കൂട്ടിനും എന്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒപ്പം നിങ്ങളുണ്ടാക്കുന്ന മനോഹരമായ ഭക്ഷണം കഴിക്കാൻ ഞാനിതാ തയ്യാറായി നിൽക്കുന്നു. എങ്കിൽ പിന്നെ എങ്ങനെയാ തുടങ്ങാം നമുക്ക് ഈ പാചക മാമാങ്കം? എന്നാ പിന്നെ ഇനി ആരും നോക്കണ്ട. വന്ന മത്സരാർത്ഥികളെ വിളിച്ച് ഇനിയും വരാത്തവരെ ക്യാൻസൽ ചെയ്തിട്ട് മത്സരം തുടങ്ങട്ടെ. അതെ അതെ, ഇത്ര നേരമായിട്ടും വരാൻ തയ്യാറാകാത്തവരൊക്കെ ഇനി വീട്ടിലിരുന്ന് പാചകം ചെയ്താൽ മതി. പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പാചക മത്സരത്തിൽ വിജയിയായി വരുന്ന ആളെ കാത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. പ്രോഗ്രാം ആരംഭിക്കുന്നതിനുള്ള വിസിൽ മുഴങ്ങുന്നതിന് മുന്നോടിയായി അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമാണ്. ഓരോ റൗണ്ടിന്റെയും ഫുഡ് തയ്യാറാക്കാനുള്ള സമയം 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂർ എന്നത് അവശ്യ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയവും കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ നോക്കി തിട്ടപ്പെടുത്തിയെടുക്കുന്ന അത്രയും നേരത്തെ നിങ്ങൾക്ക് മത്സരത്തിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് പാചകത്തിനായി ചിലവഴിക്കാൻ കഴിയും. ശാരദാമ്മ ഇതുവരെ വന്നില്ലല്ലോ. അമ്മയും സത്യമേ ഒന്നും വന്നില്ലല്ലോ. ഇനി ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലേ? ഇനിയിപ്പോ ലോട്ടറി നമുക്ക് തന്നെ അടിച്ചാലോ? അല്ല ചിറ്റപ്പ, ഒരമ്മമാരെ ഈ വഴിക്ക് കാണുന്നില്ലല്ലോ. എടി, ഏൽപ്പിച്ചവര് പണി നന്നായിട്ട് ചെയ്തു എന്നാ തോന്നുന്നേ. ഒറ്റ കണത്തിന് ഇതുവഴി കാണുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ മത്സരാർത്ഥികളുടെ പേര് വിളിക്കുകയാണ്. വിളിക്കുന്നവർ അവരവർക്കായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലേക്ക് വന്നു നിൽക്കേണ്ടതുമാണ്. ആദ്യമായി വിളിക്കുന്നത് മല്ലിക എസ് നായർ. ഒരംഗത്തിന് തയ്യാറെടുത്ത് തന്നെയാണ് മല്ലിക എസ് നായർ വന്നിരിക്കുന്നത്. അത് ആ മുഖത്ത് കാണാം. രണ്ടാമതായി ഞാൻ പരിചയപ്പെടുത്തുന്നു സുസ്മിത. ഇതെനിക്ക് അവകാശപ്പെട്ട വിജയമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് സുസ്മിത വന്നിരിക്കുന്നത്. മൂന്നാമതായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് കുടുംബശ്രീ ശാരദ. വർഷങ്ങളായുള്ള പാചകത്തിലെ അനുഭവ സമ്പത്തും കൊണ്ടാണ് ശാരദ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. അടികൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവും. ഒരിക്കൽ കൂടി നമുക്ക് ക്ഷണിക്കാം കുടുംബശ്രീ ശാരദ.
ഓയ് ശാരദാമ്മ കാണുന്നില്ലല്ലോ. ഒതുക്കലൊക്കെ അപ്പം നേരത്തെ നടത്തിയില്ലേ? ഏ എന്താ പറഞ്ഞ? അല്ല, തേങ്ങ ഒതുക്കുമ്പോഴേ നന്നായിട്ട് ഒതുക്കണമെന്ന് പറയായിരുന്നു, അല്ലെങ്കിൽ പച്ച ചവയ്ക്കും. ശാരദാമ്മയുടെ കാര്യത്തിൽ പച്ചയല്ല ചുവയ്ക്കുന്നത്, ചോപ്പ, ചോരയുടെ ചുവപ്പ്. അവര് ഈ 7 അയൽവക്കത്തേക്ക് വരാൻ സാധ്യതയില്ല. അതിനുള്ള പണി വെച്ചിട്ടാ മോനെ ഈ സുസ്മിത ഇവിടെ നിൽക്കുന്നത്. ശാരദ പങ്കെടുത്താ പിന്നെ എന്തിനായി മത്സരം? ഈ 10 ലക്ഷം അവർക്കങ്ങെടുത്ത് കൊടുത്താ പോരെ? എന്റെ ഈശ്വര, ഇവള് ചെയ്യുന്ന പാപങ്ങളൊക്കെ കൂടെ നിൽക്കുന്നവർക്കും കൂടി പകരാതിരുന്നാ മതിയായിരുന്നു. ഡോ, എന്താ മിഴിച്ചു നിൽക്കുന്നത്? മത്സരിക്കുന്ന ഞാനല്ലേ, അവിടെങ്ങാനും പോയിരി. ഒരിക്കൽ കൂടി നമുക്ക് ക്ഷണിക്കാം കുടുംബശ്രീ ശാരദ. ശ്രേ, അവര് വന്നില്ലേ? വണ്ടി മാറ്റിട്ട് കുടുംബശ്രീ ശാരദ എത്തിച്ചേർന്നിട്ടുണ്ട്. വെൽക്കം കുടുംബശ്രീ ശാരദ. ശാരദ വാ. മാഡം പ്ലീസ്. അമ്മ എവിടെ? അമ്മ എവിടെ? വന്നിട്ടില്ല. വന്നിട്ടില്ലേ? വന്നില്ലേ? ഞാൻ വിളിച്ചോട്ടെ.